Module 3 Advertising Research. ഇവിടെ അഡ്വർടൈസിംഗ് റിസർച്ച് എന്ന മോഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാഗ്മർ മോഡൽ ഫോർ മെഷറിംഗ് അഡ്വർടൈസിംഗ് എഫക്റ്റീവ്നെസ്. ഡാഗ്മർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം പറയുന്നത് ഡിഫൈനിങ് അഡ്വർടൈസിംഗ് ഗോൾസ് ഫോർ മെഷേർഡ് അഡ്വർടൈസിംഗ് റിസൾട്ട്സ്. ദെൻ ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത് റസൽ കൊല്ലിയാണ് ഇൻ 1961 for setting advertising objectives and measuring advertising results. അപ്പോൾ അഡ്വർടൈസിംഗ് റിസൾട്ട്സ് എഫക്റ്റീവായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ അഡ്വർടൈസിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുമാണ് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത്. അതിനിവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു കോലെ, അഡ്വർടൈസേഴ്സ് ജോബ് purely and simply is to communicate to a defined audience information and frame of mind that stimulates action. അപ്പോൾ ഈ ഡെഫിനേഷനിൽ പറയുന്നത് ഒരു അഡ്വർടൈസറിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോബ് എന്ന് പറഞ്ഞത് കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക് അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് കിട്ടുന്ന രീതിയിൽ അതിൻ്റെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇൻഫർമേഷൻ, അതിലടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻ ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് പെർസ്വേഷൻ ഉണ്ടാക്കുക, അതായത് കസ്റ്റമേഴ്സിനെ പെർസീവ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അഡ്വർടൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അഡ്വർടൈസിംഗ് സക്സീഡ്സ് ഓർ ഫെയിൽസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ വെൽ ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ദ ഡിസയർഡ് ഇൻഫർമേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടു ദ റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം ആൻഡ് അറ്റ് റൈറ്റ് പ്ലേസ്. അപ്പോൾ അഡ്വർടൈസിംഗ് സക്സീഡ് ചെയ്യുന്നതും ഫെയിൽ ചെയ്യുന്നതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ഈ പറയുന്നത്. ഒരു ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുന്നു, ഏത് ടൈമിൽ ഏത് പ്ലേസിൽ അവരിലേക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ എത്തിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ അഡ്വർടൈസിംഗ് മെസ്സേജിൻ്റെ അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിൻ്റെ സക്സസും ഫെയിലിയറും. ഒരു അഡ്വർടൈസിംഗ് സക്സസ് ആവുക എന്ന് പറയുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തുക, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള സ്റ്റിമുലേഷൻ കസ്റ്റമേഴ്സിൽ ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഒരു അഡ്വർടൈസിംഗ് സക്സസ് ആവുന്നത്. ദെൻ ഫെയിൽ ആവുന്നത് അഡ്വർടൈസിംഗ് ഇൻഫർമേഷൻ റോങ് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുകയാണെങ്കിലും അത് അവരിൽ ബൈയിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിലും ആ അഡ്വർടൈസ്മെൻറ്റ് ഫെയിലാകുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഒരു അഡ്വർടൈസിങ്ങിന് സക്സസ് ആക്കുന്നതും ഫെയിലാക്കുന്നതും. ഓക്കെ, ആസ് പെർ ഡാഗ്മർ മോഡൽ, ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻവോൾവ്സ് കമ്മ്യൂണിക്കേഷൻ ടാസ്ക് intended to create awareness, impart information, develop attitude and induce action. അപ്പോൾ ഒരു അഡ്വർടൈസിംഗ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കസ്റ്റമറിലേക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കുക, ദെൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അവരിൽ ഒരു ബൈയിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുക. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈനൽ സ്റ്റെപ്പാണ്, അതായത് ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്ന സ്റ്റേജാണ് ഇവിടെ ആക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ പർച്ചേസ്. ഇവിടെ മെയിനായിട്ട് കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. പർച്ചേസ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് ചെയ്യുന്ന മെയിനായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് വരുന്നതാണ് അവെയർനെസ്, ദെൻ കോംപ്രഹെൻഷൻ, കൺവിക്ഷൻ ആൻഡ് ലാസ്റ്റ് സ്റ്റേജസ് ആക്ഷൻ. ഫസ്റ്റ് സ്റ്റേജ് അവെയർനെസ്. കൺസ്യൂമർ മസ്റ്റ് ബി അവെയർ ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫേർഡ് ബൈ എ കമ്പനി. അപ്പോൾ ഒരു പ്രോഡക്റ്റ് കമ്പനി ഓഫർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റ് എക്സിസ്റ്റൻസിലുണ്ട് അല്ലെങ്കിൽ നിലവിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു അവെയർനെസ് കസ്റ്റമറിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ അഡ്വർടൈസിങ്ങുകൾ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, the fundamental task of advertising activity is to improve the consumer awareness of a product. അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവെയർനെസ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അവെയർനെസ് എന്ന രീതിയിലാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്. ദെൻ അവെയർനെസ് ഹാസ് ടു ബി ക്രിയേറ്റഡ്, ഡെവലപ്ഡ്, റിഫൈൻഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് സിനേറിയോ. അപ്പോൾ ഈ അവെയർനെസ്സിൻ്റെ ഡെൻസിറ്റി, അതുപോലെ തന്നെ ഏത് രീതിയിലാണോ മെസ്സേജ് കൊടുക്കുന്നത് അത് മാർക്കറ്റിലെ കണ്ടീഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ഇൻഫർമേഷനുകളിൽ ചേഞ്ച് വരുത്തണം. അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവെയർനെസ് കൊടുക്കുക, കറക്റ്റ് ആയിട്ടുള്ള അവെയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആ പ്രോഡക്റ്റിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ട് ആ പ്രോഡക്റ്റിന് ഒന്ന് അട്രാക്ഷൻ കൂട്ടി കാണിക്കുന്ന രീതിയിൽ ആ പ്രോഡക്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അഡ്വർടൈസിങ് ഇറക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റ് സിനേറിയോയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് ഈ അവെയർനെസ്സിലും ചേഞ്ചസ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് കോംപ്രിഹെൻഷൻ.
Then, awareness is not sufficient enough to stimulate purchase. Information and understanding about the product and the organization are essential. ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റിൻ്റെ പർച്ചേസ്, അതായത് ബൈയിങ് ആറ്റിറ്റ്യൂഡ് കസ്റ്റമേഴ്സിൽ കൂടുന്നില്ല. ആ പ്രോഡക്റ്റിൻ്റെ ഓർഗനൈസേഷൻ, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മാനുഫാക്ചറിങ് ഫേം, പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മാത്രമേ ഒരു കസ്റ്റമർ ആ പ്രോഡക്റ്റ് വാങ്ങുകയുള്ളൂ. Therefore, advertising has to give a detailed understanding about the product and its benefits. അതുകൊണ്ട് തന്നെ ഓരോ അഡ്വർടൈസ്മെൻറ്റ്സും കൊടുക്കുമ്പോൾ അതിലെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം. അതിൻ്റെ ബെനിഫിറ്റ്സും ഇൻഗ്രീഡിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റേജാണ് കൺവിക്ഷൻ. In this stage, the customer evaluates different choices and formulates plans to buy a product. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് മാത്രമല്ല അവൈലബിൾ ആയിട്ടില്ല. ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് ഫേംസിൻ്റെ തന്നെ സിമിലർ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ദെൻ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് ചോയ്സസ് അവൈലബിൾ ആണ്. അഡ്വർടൈസിങ് ഹാസ് ടു പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്ട്രക്ചറിങ് ദ ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് പെർസ്വേഡ് ദം ടു ബൈ ദ ബ്രാൻഡ് അഡ്വർടൈസ്ഡ്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ പല ചോയ്സസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ പല ചോയ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാണിക്കുന്ന രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൽ അട്രാക്റ്റീവായിട്ട് ഉള്ള രീതിയിൽ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ പെർസ്യൂഡ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റിനെ കാണിക്കുന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ഫൈനൽ സ്റ്റേജാണ് ആക്ഷൻ. ഇവിടെ വരുന്നത് ഇറ്റ് ഇൻവോൾവ്സ് എ പർച്ചേസ് ഓഫ് ദ പ്രോഡക്റ്റ്. മുകളിൽ പറയുന്ന ഈ സ്റ്റെപ്പുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള പർച്ചേസ് എന്നുള്ളതിൽ ഒരു കൺസ്യൂമേഴ്സ് എത്തുന്നത്. ഇതാണ് സ്റ്റേജസ് ഓഫ് പർച്ചേസിൽ വരുന്ന സ്റ്റെപ്സാണ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡാഗ്മർ മോഡൽ. അതിനു മുൻപ് ഇവിടെ ഡാഗ്മർ മോഡലിൻ്റെ സ്റ്റെപ്സ് അതിൻ്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത് തന്നെയാണ് അവയർനെസ്, കോംപ്രിഹെൻഷൻ, കൺവിക്ഷൻ ആൻഡ് ആക്ഷൻ. ഡിഫൈനിങ് അഡ്വർടൈസിങ് ഗോൾസ് ഫോർ മെഷേർഡ് അഡ്വർടൈസിങ് റിസൾട്ട്സ്, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ദെൻ ദിസ് സ്റ്റെപ്പ് ഇൻ ഡാഗ്മർ ഇസ് ഓൾസോ നോൺ ആസ് ACCA, അഡ്വർടൈസിങ് ഫോർമുല ഡെവലപ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ് എന്നും ഇതിനെ പറയാം. It can be used as a tool to measure the effectiveness of advertising in creating awareness, comprehension, conviction, action among target customers. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ACCA അതുപോലെ തന്നെ ഡാഗ്മർ മോഡൽ, ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇത് രണ്ടും എന്തിനു വേണ്ടിയാണ്? കസ്റ്റമറിലേക്ക് അഡ്വർടൈസിങ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് എത്തിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വർടൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട്സ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഇതിലൂടെ കസ്റ്റമേഴ്സിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, കോംപ്രിഹെൻഷൻ ഉണ്ടാക്കുക, കൺവിക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ആക്ഷൻ, അതായത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഡാഗ്മർ മോഡലിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, അച്ചീവ് ഗ്രോത്ത് ഇൻ ദ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കാം. അപ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് അഡ്വർടൈസിങ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും അത് കൂടുതൽ എക്സ്പാൻഡഡ് ആവാനും, അതായത് പല ഏരിയസിലും ഈ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ എഫക്റ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിലൂടെ ഒരു പ്രൊഡക്റ്റിന് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇംപ്രൂവ് സെയിൽസ് ടേൺ ഓവർ, അതായത് സെയിൽസ് കൂട്ടുക. ഓക്കെ, എഫക്റ്റീവായിട്ട് അഡ്വർടൈസിങ് മെഷർ ചെയ്യുന്നതും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അതിലൂടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നു. തേർഡ് വൺ, അഡ്വർടൈസ് എ സ്പെഷ്യൽ റീസൺ ടു ബൈ. അഡ്വർടൈസ്മെൻറ്റിലൂടെ പല അതിൻ്റെ ബെനിഫിറ്റ്സും ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു റീസൺ അതല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് അത് വാങ്ങാനുള്ള ഒരു റീസണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് ദ ബ്രാൻഡ് എക്സിസ്റ്റൻസ്. ഇത് പറഞ്ഞു കഴിഞ്ഞതാണ്. ആ ബ്രാൻഡ് ഇപ്പോഴും എക്സിസ്റ്റൻസിലുണ്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഇപ്പോഴും മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ഈ അഡ്വർടൈസിങ് വഴി. നെക്സ്റ്റ്, ക്രിയേറ്റ് ഫേവറബിൾ ഇമോഷണൽ ഡിസ്പൊസിഷൻ ടുവേർഡ്സ് എ പ്രോഡക്റ്റ്. ഇമോഷണൽ ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ഇമോഷണലായിട്ട് അവരുടെ ഫീലിങ്സ്, അതായത് അവരുടെ ഫീലിങ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
ദെൻ ഇമ്പാർട്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ യുണീക്കായിട്ടുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും കസ്റ്റമേഴ്സിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. ദെൻ എഫക്റ്റീവ്ലി മാനേജ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓരോ പ്രോഡക്റ്റിൻ്റെയും ഫീച്ചേഴ്സ് മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ള പ്രോഡക്റ്റിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും ഒരു പ്രോഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും അതിലൂടെ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുകയും കോമ്പറ്റീഷൻ മാനേജ് ചെയ്യാനായിട്ട്, അതായത് കോമ്പറ്റീഷന് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ കറക്റ്റ് ഫാൾസ് ഇംപ്രഷൻ, റോങ് ഇൻഫർമേഷൻ ആൻഡ് അതർ ഒബ്സ്റ്റക്കിൾസ് ടു സെയിൽസ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ വരുന്ന ഒബ്സ്റ്റക്കിൾസ്, അതായത് ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ്, അതുപോലെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് റോങ് ഇൻഫർമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനും അതുപോലെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിലേക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് എത്തിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ് ബ്രാൻഡ് റെക്കഗ്നിഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബ്രാൻഡായിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ഹാംഫുള്ളൊന്നും അല്ല, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള അങ്ങനെയുള്ള രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൽ അത് കൂടുതൽ പ്രോഡക്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് റെക്കഗ്നിഷൻ, അതിൻ്റെ ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.